അങ്ങനെ എനിക്ക് തോന്നുന്നു ദുൽഹജ്ജ് 1-നാണ് നമ്മൾ അവിടെ എത്തുന്നത്. ദുൽഹജ്ജിന് 1-ന് എത്തിക്കഴിഞ്ഞാൽ 1, 2, 3 തീയതികൾ അവിടെ മദീനത്തിൽ ചിലവഴിച്ച്. മദീനയിൽ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഉണ്ടായത്. എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം സ്പെൻഡ് ചെയ്യുക, എത്ര സമയം ഖുർആൻ ഓതാൻ പറ്റുമോ അത്രയും സമയം ഖുർആൻ ഓതുക. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തുണ്ടാവും, നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മദീന പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അന്ന് നോമ്പാണല്ലോ ദുൽഹജ്ജ് 10 വരെ. അപ്പോൾ അവിടെ നോമ്പ് തുറക്കാനുള്ള ഇത് വിരിക്കും. അപ്പോൾ നമ്മൾ പറയും എന്താണ് നോമ്പില്ല, അത് കുഴപ്പമില്ല നിങ്ങൾ ഇരിക്കും നിങ്ങൾ കഴിക്കും പറയും. മദീന പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഇതുണ്ട്, തൈരിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു പൊടിയും അതിൻ്റെ കൂടെ ഒരു ബണ്ണും ഈത്തപ്പഴം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം അതാണ്. അത് സ്ഥിരം അടിക്കൽ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതടിക്കും. എന്നിട്ട് മദീനയിൽ രാത്രി വരെ കൂടും. ഒരു അസറിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇഷ കഴിഞ്ഞിട്ട് ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഉറങ്ങാനായിട്ട് വരും. പിന്നെന്താ വെച്ചാൽ ആ റൂംമേറ്റ്സിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്റ്റലിൽ ഇരിക്കുന്ന അതേ വൈബാണ്. കാരണം എല്ലാവരും ഇതേപോലെ ഇണകളൊക്കെ അപ്പുറത്തായിരിക്കും, നമ്മൾ ചെക്കന്മാർ മാത്രമായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് രസകരമായ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. കൂടുതൽ സമയം അങ്ങനെ തന്നെയാണ് ചിലവഴിക്കുക. കുറഞ്ഞ സമയം നമ്മൾ ഹോട്ടലിൽ ഉണ്ടാവുള്ളൂ, എന്നാലും ആ സമയമൊക്കെ വർത്താനം പറഞ്ഞിട്ടും. രാത്രി 12 മണിയാകുമ്പോൾ അലാറം വെച്ച് അൽബേക്കിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ 2-ാമത്തെ ദിവസം രാത്രി ആണ് അമീറെത്തുന്നത്. അമീറെത്തിയെന്ന് എനിക്കൊരു ഉപദേശം കിട്ടിയിരുന്നു. നമ്മളോട് കൂട്ടത്തിൽ ചെറുതാണല്ലോ, നമ്മളോട് കൂട്ടത്തിൽ സാഹിബ് വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ഒരു ഉപദേശമായി തന്ന്, ലീഡർഷിപ്പിൻ്റെ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ചെറിയ പ്രായമാണല്ലോ, നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരിടത്ത് കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനം ഞാൻ എന്ത് ചെയ്ത് സ്ട്രെയിറ്റ് അപ്ലൈ ചെയ്ത്. മൂപ്പര് വന്നതിന് ശേഷം പോകുന്നത് വരെയും മൂപ്പരെ അറ്റാച്ചായി കണ്ട് എത്ര മൂപ്പരായിട്ട് കൂടെ നിൽക്കാൻ പറ്റുമോ. ബസ്സിൽ പോയാൽ മൂപ്പരെ കൂടെ ഇരിക്കും. അറഫയിൽ ഞങ്ങൾ ഒരേ വിരിപ്പില മുസ്ദലിഫയിൽ നമ്മൾ ഒരേ വിരിപ്പിലാണ് കിടന്നുറങ്ങുന്നത്. അറഫയിലും മിനയിലും അടുത്തടുത്തുള്ള ഖബറുകളല്ല, അടുത്തടുത്തുള്ള ബെഡ് സ്പേസ് ഞങ്ങൾ ഒക്യുപ്പൈ ചെയ്ത് അങ്ങനെ മൂപ്പര് പോകുന്നത് ഒരു അമീറോട് അത്രയും ചേർന്ന് നിന്നത് ഭയങ്കര വല്ലാത്തൊരു അനുഭവമായിരുന്നു. അമീറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂപ്പര് ഇങ്ങനെ ഓരോ സ്റ്റേജിന് മുമ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് ആ കർമ്മൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബൂസ്റ്റ് തരും. എന്നിട്ട് തരുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പോയിന്റ് പറഞ്ഞിട്ട് വെക്കും, അത് അവിടെ വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ വെച്ചൊരു സാധനമാണ് ഹജ്ജ് ജീവിതത്തിലെ അവസാനത്തെ കർമ്മമല്ല, അത് ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറഫ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമെന്ന് പറയും. എപ്പോഴാണ് പറയുന്നത്, മദീനയിൽ വെച്ചിട്ട് ബസ്സിൻ്റെ യാത്രയിൽ പറയും. നമ്മൾ ഭയങ്കര ആകാംക്ഷഭരിതരായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാവരും. അറഫയിൽ എത്തിയാൽ ചോദിക്കും, അറഫയിൽ വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് ഞാൻ അറഫ കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ അറഫ കഴിഞ്ഞ് മിനയിലെത്തിയാൽ ചോദിക്കും, മിനയിലെത്തിയാൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അത് മിനയിൽ ഞാൻ നാളെ പറഞ്ഞുതരാം. അങ്ങനെ വെച്ചിങ്ങാണ്ട് നമുക്ക് ആ അറിവിനോട് അങ്ങനെ ഒരു ആകാംക്ഷ ബിൽഡ് ചെയ്യും. അതേസമയം ഭയങ്കര രസകരമായ രീതിയിൽ ഇത് ഡെലിവർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ മദീനയിൽ നിന്നുള്ള തിരിച്ച് മക്കത്തേക്കുള്ള യാത്രയിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ച് തന്നുകൊണ്ടും എന്നിട്ട് മക്കത്തെത്തുകയാണ്. മക്കത്ത് ഞങ്ങൾ എത്തുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ്. വെള്ളിയാഴ്ച രാവിലെ സുബഹിയോട് അനുബന്ധിച്ച് തലേ ദിവസം മഗ്രിബിനാണ് മദീനയിൽ നിന്ന് വിടുന്നത് കേട്ടോ. നമ്മൾ മദീന ടു മക്ക മുമ്പ് റോഡ് വഴി പോയ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, ശരാശരി 6 to 6.5 മണിക്കൂറാണ് എന്ത് ചെയ്യുക, ശരിക്കും എന്ത് ചെയ്യുക വേണ്ടത്, യാത്രക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ ഏകദേശം 12-13 മണിക്കൂർ ബസ്സിൽ ചിലവഴിക്കുന്നുണ്ട്. 3 പ്രാവശ്യം വഴിതെറ്റി പോകുന്നതിൻ്റെ ഇടയിൽ. അപ്പം ഇങ്ങനെ സർക്കിൾ അടിക്കുക, എന്നിട്ട് മുന്നോട്ട് പോയി. എന്ത് ക്രോസ് ചെയ്ത്, മീഖാത്ത് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. എന്ത് ചെയ്തിട്ടില്ല, ഇഹ്റാമിൻ്റെ നിയ്യത്ത് വെക്കാൻ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ശരിക്കും മദീനയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വസ്ത്രം മാറും, പക്ഷെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക മീഖാത്തിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ മുന്നോട്ട് പോയി, ബസ് ഡ്രൈവറിന് വഴി അറിയാനിട്ട് അങ്ങനെ വീണ്ടും തിരിച്ചു വന്ന് എന്നിട്ട് അതിൽ വേറൊരു രസം എന്താ വെച്ചാൽ ഇവരൊക്കെ കോൺട്രാക്റ്റിൽ വരുന്ന ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഇവർക്ക് മാപ്പൊന്നും ഉണ്ടാവില്ല, മാപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല, ഇവരെ ബസ് കയറ്റി അങ്ങനെ വിടുകയാണ്. അപ്പോൾ ചിലവർക്ക് അറിയണ്ടാവും. ഇതിങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ നമുക്കെന്താവും, വേദനാതെയാവും, ഹജ്ജ് ശരിയാവോ, മീഖാത്ത് ക്രോസ് ചെയ്തല്ലോ നമ്മൾ. അങ്ങനെ പല സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കൂട്ടാ. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് മഗ്രിബിനോടനുബന്ധിച്ച് ഞങ്ങൾ അസറിന് പുറപ്പെട്ട നമ്മൾ മഗ്രിബ് കഴിഞ്ഞിട്ടാണ് മീഖാത്തിലെത്തുന്നത്. ഇഹ്റാമിലേക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് എന്ത് ചെയ്യാണ്, പുറപ്പെട്ടിട്ട് സുബഹിയോടനുബന്ധിച്ചിട്ട് സുബഹിൻ്റെ സമയത്താണ് അവിടെ എത്തിയത്. മിക്കവാറും ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ നമസ്കാരത്തിന് ഹറമിൽ എത്തൂലാന്ന് തോന്നും.
ഇവിടെ ഇതിലൊരു സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടി പോലും എടുക്കാൻ വിടൂലാന്ന്. ഓരോ ബസ് യാത്ര തുടങ്ങുന്നതിനും, അതായത് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക്, ഹോട്ടലിൽ നിന്ന് മദീനത്തേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂസിക്കിൻ്റെ ഒരു ടീം വരും. ആദ്യം തന്നെ നമ്മളടുത്ത് പാസ്പോർട്ട് കളക്ട് ചെയ്തിട്ട് ന്യൂസിക് കാർഡ് നമ്മളെടുത്ത് തരും. എമിറേറ്റ്സ് ഐ ഡി നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെ ന്യൂസിക് കാർഡ് തരും, പാസ്പോർട്ട് അവരുടെ കയ്യിലുണ്ടാവും. തിരിച്ചു പോകുമ്പോഴേ നമുക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. എല്ലായിടത്തും ഈ ന്യൂസിക് കാർഡാണ് എന്ത് നമ്മളെ ആക്സസ്, നമ്മൾ ഹാജിയാണെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഇതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, ഡീബാർ ചെയ്ത് കളയും, ബാനാണ് കിട്ടുക അവർക്ക്, അതല്ലാതെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സാധനത്തിൻ്റെ ചെക്കിങ് ഓരോ സ്റ്റേഷനിലും നടക്കും, കൗണ്ട് കറക്റ്റ് ആവണം, എന്നാലേ വിടുള്ളൂ ബസ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിലും നമുക്ക് എന്തുണ്ടാവും, ഈ സാധനം എണ്ണത്തെ എത്തിട്ട് പോയിട്ട് അവരുടെ അപ്രൂവൽ കിട്ടിയാലേ നമുക്ക് ബസ്സിൽ നിന്ന് ഡീബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മക്കത്ത് ഹോട്ടലിലേക്ക് കയറി. ഇവിടെ അൽഹംദുലില്ലാ ബാഗേജിൻ്റെ ഒരു പ്രയാസമില്ല, ഇനി നമ്മളെ കൂടെ തന്നെയാണ് ലഗേജ് വന്നിരുന്നത്. എന്നിട്ട് നമ്മൾ ഉംറക്കായിട്ട് പോവാണ്. തമത്തുവായിട്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ പ്രവേശിച്ച് ഉംറ ചെയ്ത് തഹല്ലുലായി. പിന്നെ എവിടെയാണോ നമ്മൾ മക്കയിൽ താമസിക്കുന്നത് അവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് നമ്മൾ ഹജ്ജിന് പുറപ്പെടുക. അങ്ങനെ ഉംറക്ക് പോയി. ഉംറ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതായത് ഹജ്ജിൻ്റെ ഒരു തിരക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ എല്ലാവരും ജുമാക്ക് മുമ്പായിട്ട് സുബൈ കഴിഞ്ഞിട്ട്, എന്നിട്ട് ജുമാ കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള നിയത്തിലായി. അങ്ങനെ 3 മണിക്കൂറോളം, ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ എന്ത് ചെയ്യും, ജുമാൻ്റെ 3 മണിക്കൂർ മുമ്പ് മത്താഫ് അങ്ങോട്ട് സീൽ ചെയ്യും. അവിടെ ആരാണോ ഉള്ളത് അവരവിടെ ഇരിക്കുക, എന്നിട്ട് അവിടെ തന്നെ ജുമാ കൂടിയിട്ട് എന്ത് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ പൊരി വെയിലത്താണ് എന്ത് ചെയ്യണത്, അവിടെ പോയിട്ട് യാത്ര എല്ലാം കഴിഞ്ഞ് വന്ന ആളുകൾ നിൽക്കുന്നത്. ആ മത്താഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഇതായിട്ട് റാഹത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജുമാ 3 മണിക്കൂർ, അതൊരു ഒരു വലിയൊരു റാഹത്തുമാണ്. എന്താണെന്ന് വെച്ചാൽ മത്താഫിൽ നിന്നുകൊണ്ട് ജുമാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ അതേസമയം എന്തുണ്ട്, ഈ വെയിലിൻ്റെയും പ്രായമുള്ള ആളുകളുണ്ട്, ഒരു നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു എനർജി നമുക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്യും. ഞാനിങ്ങനെ എപ്പോഴും വീട്ടിൽ തിരിച്ചു വന്നാലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ മക്കത്ത് പോയിട്ട് ഖുർആൻ ഓതുന്ന പോലെ നമുക്ക് തിരിച്ചു വന്നാൽ ഓതാൻ കഴിയില്ല, ശ്വാസം കിട്ടൂല, ഓതാൻ നമുക്ക് റാഹത്തുണ്ടാവില്ല, നമുക്ക് ബോറടിക്കൂല. അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ചിലപ്പോൾ ഭയങ്കര സൈക്കോളജിക്കൽ സാധനങ്ങളായിരിക്കും കേട്ടോ, എന്നാൽ പോലും അങ്ങനെയുള്ളൊരു എഫക്റ്റ് നമുക്ക് അവിടെ എത്തിയാലുണ്ടാവുമല്ലോ. അപ്പോൾ കൂടെ താത്തയുണ്ട്, താത്ത ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് ഇത്താത്ത ശരിക്കും നമ്മൾ ചെറുപ്പത്തിൽ ഉംറയിൽ പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷം പോയിട്ടുണ്ട്, ഇത്താത്ത പോയിട്ടില്ല. ഇത്താത്തക്ക് എന്താണ് സ്ട്രൈറ്റ് ഹജ്ജാണ്. ചെറുപ്പത്തിലുള്ള ഓർമ്മ അല്ലാണ്ട് കഅബ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന അനുഭൂതിയാണ്. അപ്പോൾ ഇത്താത്തക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കണ്ണിന്ന് വെള്ളം വരും. നമുക്കാണെങ്കിൽ അത് വരില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു തോന്നും, എൻ്റെ ഈമാൻ കുറഞ്ഞുകൊണ്ടാണോ ഇനി അല്ലേ എന്നുള്ളൊരു വേവലാതിയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ ഉംറയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു. പിന്നെ ഒരു 2 ദിവസം നമുക്കവിടെ ഉണ്ട് മക്കത്ത് തന്നെ. അപ്പോൾ മക്കത്ത് മദീന പോലെയല്ല മക്ക. മദീന വിട്ടു വരുമ്പോൾ ഒരു സങ്കടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മക്കത്ത് ഭയങ്കര തിരക്കാണ്. ആ തിരക്കിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് നമുക്കൊന്ന് സമാധാനമായിട്ട് ഇത്തിക്കാഫ് ചെയ്യാനോ അല്ല ഇത്തിക്കാഫ് ഇരിക്കാനോ അങ്ങനെ ശാന്തമായി ഖുർആൻ നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടൽ അപൂർവമായിരിക്കും. നമ്മൾ എപ്പോഴും ഒരു മൂവ്മെൻറ്റിലായിരിക്കും. അവിടെ ഒരു ബാങ്കിന് ഒരു മണിക്കൂർ മുന്നേ പോയി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് 1 മണിക്കൂർ നമ്മൾ നടക്കേക്കരാം. എന്താ വെച്ചാൽ ഓരിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റീഡയറക്റ്റ് ചെയ്യും, ഓരോ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ മുസല്ല ഒരിക്കൽ നിസ്കരിക്കുക, പിന്നെ തിരിച്ച് ഫുൾ വഴി നടക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലാൻ എന്തായെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിക്കുള്ളിൽ കയറണം എന്നുള്ള പ്ലാനിങ് കൊണ്ട് നമ്മൾ പുറപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു തിരക്കാണ് മക്ക. പക്ഷേ മക്കയോട് ഇഷ്ടം കുറവ് ഒന്നുമല്ല, പക്ഷേ മദീനയുടെ ഒരു പീസൊന്നുമല്ല, ആ വൈബിലുള്ളവർ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ മക്കത്ത് ആ 2 ദിവസം നമ്മൾ കഴിഞ്ഞു കൂടുമ്പോൾ അവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളോട് യൗമുത്തർവിയ, അതായത് ദുൽഹജ്ജ് 8-ന് മുന്നേ 2 ദിവസം മുന്നേ കേട്ടോ, ദുൽഹജ്ജ് 7, 6 തീയതികൾ. ഉംറക്ക് ഞങ്ങൾ പോകുന്നത് ദുൽഹജ്ജ് 3 കഴിഞ്ഞ് 4-ാം തീയതിയാണ്. അതിന് 5-ാം തീയതി അവിടെ നിന്നു. 6-ാം തീയതി രാവിലെ നമുക്ക് എന്ത് ചെയ്തു, അമീർ നമ്മളെല്ലാവരെയും വിളിച്ചു കൂട്ടി. ഞങ്ങളോട് അമാനത്തിനെ കുറിച്ചിട്ടാണ് ഞങ്ങളോട് അന്ന് സംസാരിച്ചത്. അപ്പോൾ അമാനത്ത് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടല്ലോ, മാതാപിതാക്കൾ, മക്കൾ, സുഹൃത്തുക്കൾ, സാമ്പത്തിക ഇടപാടുകൾ, ആളുകളോടുള്ള നമ്മുടെ പിണക്കം എല്ലാം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പ് എല്ലാവരോടും പൊരുത്തെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിലും അവിടെ പോയി ആ സമയത്തിരുന്ന് മറ്റന്നാൾ ഞാൻ എന്ത് ചെയ്യാണ്, ഹജ്ജിന് വേണ്ടി ഇഹ്റാം പ്രവേശിക്കാൻ പോകണമെന്നുള്ള ആ ബോധ്യത്തോടു കൂടെ ആ സമയത്ത് ഇരിക്കുമ്പോൾ മൂപ്പര്
ആ തരുന്ന ഡെലിവറി നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന വേറൊരു തരത്തിലാണ്. അത് എത്രത്തോളം ആയിരുന്നു വെച്ചാൽ അന്ന് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി. കാരണം എല്ലാവർക്കും ഒരേ ഒരു ചിന്തയാണ്, ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ഹജ്ജ് പോയി പോവല്ലോ എന്നുള്ളൊരു ഭയങ്കരമായ വേവലാതി ആ സമയത്ത് നമ്മളെ ക്യാപ്ചർ ചെയ്യും. മൂപ്പര് ഓരോ സാധനങ്ങൾ എടുത്തു പറയുകയും ചെയ്യും കേട്ടോ, ഭയങ്കര രസകരമായ രീതിയിൽ. അതായത് നമുക്ക് ചെറിയുള്ള പണക്കങ്ങൾ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാണ്ട് ഇടപാടുകൾ നിങ്ങൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു പറയുകയും ചെയ്യും, കേസ് ബൈ കേസ്. ആ കേസുകൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ ചില സാധനങ്ങളുണ്ടോ. അപ്പോൾ എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളെയും ഉമ്മാനും ഉപ്പാനെയൊക്കെ ഞാനന്ന് എന്തോ ഒരു ഹാലിൽ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. മുമ്പുണ്ടായ പൊരുത്തം ചോദിക്കൊരു എന്താണ് ഒരു കുറച്ച് മെക്കാനിക്കലായിരുന്നു. എല്ലാവരോടും പൊരുത്തം ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊരുത്തം ചോദിച്ചു എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ പൊരുത്തം ചോദിച്ചത് എൻ്റെ ഹൃദയം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇടപാട് എവിടെയെങ്കിലും ഒരു ഇഷ്കാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇവൻ്റ് ആലോചിച്ചിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് മുറിഞ്ഞു പോയൊരു ബന്ധം ഉണ്ടായിരുന്നു, അത് മുറിഞ്ഞു പോയ നന്നായി എന്ന് കൂട്ടിയൊരു ബന്ധം ഉണ്ടായിരുന്നു. അവരോട് ഞാൻ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ട് തരണം, എന്തെങ്കിലും ഒരു പ്രയാസം മനസ്സിലുണ്ടെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയൊരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് സംശയമുള്ള കേസുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പൈസ അയച്ചു കൊടുത്തിട്ട് അത് ക്ലിയർ ആക്കണം, എനിക്ക് ഇതിൽ ഇനിയൊരു സംശയം ഉണ്ടാവരുതെന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഈ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയൊരു അനുഗ്രഹമാവുമായിരുന്നു എന്ന് അന്ന് എനിക്ക് ശരിക്കും തോന്നിയിരുന്നു. കാരണം ഫുൾ ക്ലിയറാണ്. ഇനി ആരോടും ഒരു വിഷമോ എനിക്ക് അങ്ങോട്ടില്ല, ആർക്കും എന്നോടൊരു വിഷമം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു. റബ്ബെല്ലാം പൊറുക്കും, എന്ത് അടിയാറുകൾ തമ്മിലുള്ള പ്രയാസങ്ങളല്ലാതെ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഹജ്ജിൽ പ്രവേശനം. അതുകൊണ്ടാണ് ഹജ്ജിനെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, മരണത്തോട് കമ്പയർ ചെയ്യുന്നത്. നമ്മളെ മരണം അങ്ങനെ പഠിച്ചവൻ അങ്ങനെയുള്ളൊരു മരണം നമ്മൾ എല്ലാവർക്കും തരട്ടെ ഇൻഷാ അല്ലാഹ്. ആരോടും പ്രയാസമില്ലാതെ, ഒരിടപാടുകളും ബാക്കിയില്ലാതെ, ആർക്കും ഒരു പ്രയാസമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പഠിച്ചവനിൽ മാത്രം വരമേൽപ്പിച്ചുകൊണ്ട്, പഠിച്ചവനിൽ മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അന്ന് ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ടും വിളിച്ചത് എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയായിരുന്നു. കാരണം ശരിയാണ്, നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഉപ്പയും എന്ത് ചെയ്യില്ല, പൊരുത്തം കൊടുക്കാതിരിക്കൂല. അന്ന് അവർ പറഞ്ഞാൽ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ഒരു അമാനത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഭാര്യയൊന്നും ഇല്ലല്ലോ, ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ, നമ്മൾ ആ ഒരു സാധനം നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു, അതിൻ്റെ ഒരു ജസ്റ്റിസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീല് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് അന്ന് പനിമാനും വിളിച്ചിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടിരുന്നത് ഓർക്കും അല്ലാതെ ബാഡായി. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഹജ്ജിന് പോയ മക്കളാണ്, ഓരോരെയും കൂടെ ദുആയാണ്, അവർക്കും അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്, അത്രയും ആഗ്രഹിച്ചിട്ടാണ് അവർ നമ്മളെ യാത്ര അയച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് നമ്മളോട് പൊരുത്തം ചോദിക്കാൻ അവരും ബാഡാവും.